Hi students. Okay, now we will discuss a problem of final account. Final account ഒരു പ്രോബ്ലം നോക്കാം. ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഫുൾ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം. From the following trial balance of Gupta and Sons, prepare trading and profit and loss account for the year ended 31st December 2018 and a balance sheet as on that date. So, താഴെ പറഞ്ഞിട്ടുള്ള ട്രയൽ ബാലൻസ് എന്ത് പ്രിപ്പയർ ചെയ്യണം? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓരോ ഐറ്റംസും എവിടെ വരും എന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതനുസരിച്ചും നിങ്ങൾ തനിയെ പരീക്ഷയ്ക്ക് എക്സാമിന് എഴുതുന്നതിന് മുന്നേ ഒക്കെ ഒന്ന് ഓരോ ഐറ്റം എവിടെ വരും എന്ന് നോട്ട് ചെയ്യണം. ഇതൊന്നും മിസ്സിംഗ് ആവാതെ നമ്മൾ എഴുതാം. എല്ലാ ഐറ്റം എടുത്തിട്ടില്ലേന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആൻസർ മിസ്റ്റേക്ക് വരാം. അപ്പൊ ഓരോ ഐറ്റം നോക്കാം. ഫസ്റ്റ് ഐറ്റം ക്യാപിറ്റൽ. നമുക്കറിയാം ട്രയൽ ബാലൻസിനുള്ളിൽ വന്നിട്ടുള്ള ഒരു ഐറ്റത്തിന്റെ പ്രത്യേകത എന്താ? ഈ ഒരു ഐറ്റം നമ്മൾ എവിടെ മാത്രമേ എഴുതുള്ളൂ? ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ, ഒന്നുകിൽ മീൻസ് ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്. അതായത് ഒന്നുകിൽ ആ ഐറ്റം ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും, അതല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും, അതല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ വരും. സോ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും നമ്മൾ രണ്ടെണ്ണേ ഉണ്ടാക്കുന്നുള്ളൂ, ഇതിൽ ഏതെങ്കിലും ഒന്നിലാണ് വരുള്ളൂ. അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ മാത്രമാണ് രണ്ടിലും വരുള്ളൂ. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ 5 lakh നമ്മൾ എവിടെ എഴുതും? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എഴുതും അല്ലെ. ഇനിയോ സെയിൽ 10 lakh. സെയിൽസ് എവിടെ എഴുതാം? സെയിൽസ് നമ്മൾ എവിടെ എഴുതും? ട്രേഡിംഗ് അക്കൗണ്ടില് ക്രെഡിറ്റ് സൈഡാണ് നമ്മൾ എന്ത് എഴുതുക? സെയിൽസ് എഴുതാം. സെയിൽസ് റിട്ടേൺ 25,000. സെയിൽസ് റിട്ടേൺ എന്ത് ചെയ്യണം? സെയിൽസ് മൈനസ് ചെയ്യും അല്ലെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് ട്രേഡിംഗ് അക്കൗണ്ടില് ക്രെഡിറ്റ് സൈഡ് സെയിൽസ് എന്നാണ് നമ്മൾ എന്ത് കുറയ്ക്കുക? സെയിൽസ് റിട്ടേൺ 25,000 കുറയ്ക്കുക. പർച്ചേസസ് എവിടെ എഴുതും? പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ടില് ഡെബിറ്റ് സൈഡാണ് നമ്മൾ എന്ത് എഴുതുക? പർച്ചേസസ് എഴുതുക. പർച്ചേസ് റിട്ടേൺ 15,000 എവിടെ എഴുതും? പർച്ചേസ് മൈനസ് ചെയ്ത് എഴുതും അല്ലെ. ട്രേഡിംഗ് അക്കൗണ്ടില് പർച്ചേസസ് ലെസ് പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് എന്നാണ് നമ്മൾ എന്ത് കുറയ്ക്കുക? പർച്ചേസ് റിട്ടേൺ കുറയ്ക്കുക. അടുത്തത് ഇൻവെന്ററി ഓൺ 1st January 2018. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് എന്നാണ് അർത്ഥം. ഓക്കെ, 60,000. അതായത് 1st January 2018 എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെ. ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് 60,000. അതെവിടെ എഴുതും? 60,000 എവിടെ എഴുതും? ട്രേഡിംഗ് അക്കൗണ്ടില് ഡെബിറ്റ് സൈഡ് ആദ്യത്തെ ഐറ്റം ആണ് അല്ലെ. നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ആദ്യത്തെ ഐറ്റം ആണ് എന്ത്? ഓപ്പണിംഗ് സ്റ്റോക്ക്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നായിരിക്കും. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 4 lakh ആണ്. നമുക്കറിയാം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്താ? ഫിക്സ്ഡ് അസറ്റ്. എവിടെ എഴുതും? ബാലൻസ് ഷീറ്റിൽ ഫിക്സ്ഡ് അസറ്റിന്റെ അണ്ടറിൽ എഴുതും. പ്ലാന്റ് ആൻഡ് മെഷീനറി 2,50,000. അതും എന്ത് തന്നെയാണ്? ഫിക്സ്ഡ് അസറ്റ്. അവിടെ തന്നെ നമ്മൾ എഴുതും. ഓക്കെ, അടുത്തതോ ഫർണിച്ചർ. ഫിക്സ്ഡ് അസറ്റ് ആണ് അല്ലെ. 1 lakh എവിടെ എഴുതും? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് എഴുതും. ഫിക്സ്ഡ് അസറ്റ്. വേജസ് 50,000. വേജസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൂലി. ഇത് സാധാരണ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വേജസ് എഴുതുക. സാലറീസ് ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുക. സോ വേജസ് 50,000 എവിടെ എഴുതണം? ട്രേഡിംഗ് അക്കൗണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്? വേജസ് കണക്കാക്കുന്നത്. കാരേജ് ഇൻവേർഡ് 10,000. കാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വരുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ ആണ്, ചാർജസ് ആണ്. അത് നമ്മൾ എവിടെ എഴുതും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണ് എന്ത് വരിക? ട്രേഡിംഗ് അക്കൗണ്ട്. കാരേജ് ഔട്ട്വേർഡ് 5,000 എവിടെ വരും? അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ഏത് വരുന്നത്? കാരേജ് ഇൻവേർഡ് എവിടെ വരും? ട്രേഡിംഗ് അക്കൗണ്ടിലാണ് 10,000 വരിക. ട്രേഡിംഗ് അക്കൗണ്ടിൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഏത് വരിക? കാരേജ് ഔട്ട്വേർഡ്. കാരേജ് ഔട്ട്വേർഡ് പറഞ്ഞാൽ എന്താ? നമ്മൾ സെല്ലിങ്ങിന് വേണ്ടിയിട്ട്, സെയിൽസിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജ്. അതായത് പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ എത്താൻ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ആണ് കാരേജ് ഔട്ട്വേർഡ്. കാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ എന്തിനു വരുന്നതാണ്? പ്രൊഡക്ഷന് വേണ്ടി റോ മെറ്റീരിയൽ കൊണ്ടുവരാനൊക്കെ വരുന്ന ചെലവാണ്. കാർട്ടേജ് 5,000 ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുക. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണ് കാർട്ടേജ്. സാലറീസ് 40,000. സാലറീസ് എവിടെ എഴുതും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഏത് എഴുതുക? സാലറീസ് എഴുതുക. ഓക്കെ, പിന്നെ ലോൺ ക്രെഡിറ്റ് അല്ലെ. ലോൺ എന്താ? ലോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ലയബിലിറ്റി, ലോങ് ടേം ലയബിലിറ്റി ആണ് ലോൺ.
അത് എവിടെ എഴുതും? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് എഴുതും. ഡെപ്റ്റേഴ്സ് 1,50,000, 1,50,000 ഡെപ്റ്റേഴ്സ്. അത് എവിടെ എഴുതും? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ്, കറണ്ട് അസറ്റ്, നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ് ആണ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിൽ വരുന്നതാണ് ഡെപ്റ്റേഴ്സ് 1,50,000. പിന്നെ വരുന്നതോ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എവിടെ എഴുതും? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് ആണ് നമ്മൾ എന്ത് എഴുതുക? ക്രെഡിറ്റേഴ്സ് എഴുതുക. കറണ്ട് ലയബിലിറ്റിയിൽ വരുന്ന ഐറ്റം ആണ് ക്രെഡിറ്റേഴ്സ്. ബിൽസ് റിസീവബിൾ 40,000 കിട്ടാനുണ്ട്. അപ്പൊ നമുക്ക് പൈസ കിട്ടാനുണ്ട്. സോ 40,000 അത് എവിടെയാണ് എഴുതുക? അസറ്റ് സൈഡ് ആണ് വരിക. ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റിൽ വരുന്നതാണ് ഏത്? ഈ 40,000. അടുത്തതോ ആക്സെപ്റ്റൻസ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് വരുന്നതാണ്. അത് 10,000. അപ്പൊ അത് നമ്മൾ 10,000 കറണ്ട് ലയബിലിറ്റിയിലാണ്. ബിൽസ് പേയബിൾ ആണ് ഉദ്ദേശിക്കുന്നത് 10,000. അതിന് ആക്സെപ്റ്റൻസ് എന്ന് പറയും. ജനറൽ എക്സ്പെൻസ് 20,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് വരുന്നതാണ്. റെന്റ് ആൻഡ് റേറ്റ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഇതൊക്കെ. അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് 50,000. ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ ഒരു ലോങ് ടേം അസറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫിക്സഡ് അസറ്റിലാണ് വരിക. ക്യാഷ് ഇൻ ഹാൻഡ് കറണ്ട് അസറ്റ് ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസനൊക്കെ കൂടുതൽ നമ്മൾ വിഡ്രോ ചെയ്യുന്നതാണ് എന്ത്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അതൊരു ലയബിലിറ്റി ആണ്, നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി ഇൻട്രസ്റ്റ് അടക്കം വരും. സോ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 10,000 നമ്മൾ എവിടെ എഴുതണം? കറണ്ട് ലയബിലിറ്റിയിൽ വരുന്നതാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഡിസ്കൗണ്ട് അലൗഡ് 4,500. അലൗഡ് പറഞ്ഞ എക്സ്പെൻസ് ആണ്. സോ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു എക്സ്പെൻസ് ആയിട്ട് എഴുതും. ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഡിസ്കൗണ്ട് അലൗഡ്. ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി 50,000. പ്ലാന്റ് ആൻഡ് മെഷീനറിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇവിടെ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെന്റിലാണ് തന്നുവെച്ചാൽ നമ്മൾ അത് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി 50,000 എവിടെ എഴുതേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് എഴുതാം. അഡ്ജസ്റ്റ്മെന്റിൽ തരുമ്പോൾ നമുക്ക് കൂടുതൽ കാൽക്കുലേഷൻസ് വരും. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. ഡിപ്രീസിയേഷൻ 50,000 ജസ്റ്റ് ചെക്ക് ചെയ്തത് മാത്രം. അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസിന് ഉള്ളിൽ വന്ന ഐറ്റത്തിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ എഴുതാൻ പറ്റുള്ളൂ. സോ ഇവിടെ അത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ എവിടെ എഴുതണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതാം. പിന്നെ നെക്സ്റ്റ് അടുത്ത ഐറ്റം ഡിപ്രീസിയേഷൻ 50,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? 5,000 ഒരു ഇൻകം അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കിട്ടിയതാണ്. അത് നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഇനിയോ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലയബിലിറ്റി ആണ്. അതിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം 500. അത് എവിടെ എഴുതും? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഗുഡ് വിൽ എന്ന് പറഞ്ഞ ഒരു അസറ്റ് ആണ്. ഫിക്ടീഷ്യസ് അസറ്റ്, ഇൻടാൻജിബിൾ അസറ്റ് ആണ്. ബാലൻസ് ഷീറ്റിൽ അസറ്റിൽ ഫിക്സഡ് അസറ്റിന്റെ താഴെ എഴുതും. ബാഡ് ഡെപ്റ്റ് 5,000 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കിട്ടാക്കടം, ഒരു എക്സ്പെൻസ് എഴുതി തള്ളും. നമ്മൾ ഡെപ്റ്റേഴ്സിന്റെ അടുത്തുനിന്ന് കിട്ടുന്നു വിചാരിച്ചു. നമുക്ക് ഡെപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ? അവര് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ കസ്റ്റമേഴ്സ് ആണ്. അവരിന്ന് പൈസ കിട്ടണം. നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ്. പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സ്. അപ്പൊ അവര് പൈസ തന്നിട്ടില്ല. സോ നമ്മൾ അവർക്ക് കുറെ ചോദിച്ചു തീരെ തരാത്ത ഡെപ്റ്റേഴ്സിന്റെ ആയിരിക്കും. അവരെ നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറയും. നമ്മളത് എഴുതി തള്ളി. ഇനി ഒരിക്കലും നമ്മൾ ആ പൈസ കിട്ടില്ല എന്ന് ഉറപ്പിച്ചു. സോ ദാറ്റ് ഈസ് ബാഡ് ഡെപ്റ്റ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇത്രയും ഐറ്റംസ് ആണ് വരിക. അടുത്തത് നമുക്ക് ട്രയൽ ബാലൻസിന് താഴെ വരുന്നതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ എഴുതണം? ഇവിടെ നമുക്ക് അറിയാം ട്രയൽ ബാലൻസിന് പുറത്താണ് വന്നിട്ടുള്ളത്. സോ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് അക്കൗണ്ടിൽ എഴുതണം. ദാറ്റ് ഈസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതണം, ബാലൻസ് ഷീറ്റിലും എഴുതണം. സോ നമ്മൾ എന്ത് ചെയ്യുക? ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് ബൈ ക്ലോസ് സൈഡ് ഫിക്സ്ഡ് അസറ്റിൽ കറണ്ട് അസറ്റിൽ, ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റിലാണ് എന്ത് എഴുതേണ്ടത്? ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതും. അപ്പൊ നമ്മൾ ഐറ്റംസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ജസ്റ്റ് അത് എങ്ങനെയെന്ന് നോക്കിയാൽ മതി. ട്രേഡിംഗ് ആൻഡ് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ഗുപ്ത ആൻഡ് സൺസ് ഫോർ ദ ഇയർ എൻഡഡ് December 31st. അതില് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെ,
പിന്നെ അതിന്റെ കൂടെ ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക്, സോറി നമ്മൾ എഴുതേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആദ്യം ഇന്നർ കോളത്തിലല്ല, സോറി, 2 എമൗണ്ട് കോളം, 2 പർട്ടിക്കുലേഴ്സ് കോളം. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുക. ഓപ്പണിംഗ് സ്റ്റോക്ക്, ദെൻ പർച്ചേസസ് 5 lakh, ദെൻ അതിന് എന്ത് ചെയ്യണം? പർച്ചേസ് റിട്ടേൺ 15,000 മൈനസ് ചെയ്യണം. പർച്ചേസ് റിട്ടേൺ കുറയ്ക്കുക 15,000. അപ്പൊ നമുക്ക് എത്ര വന്നു? 4,85,000. ഓക്കെ. പിന്നെ അടുത്ത ഐറ്റം എന്താ? വേജസ് എത്രയാണ്? 50,000 ആണ്. അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതുന്ന ഒരു ഐറ്റം ആണ്. ക്യാരേജ് ഇൻവേർഡ് എന്താണ്? 10,000 ക്യാരേജ് ഇൻവേർഡ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഒരു ഐറ്റം ആണ്. കാർട്ടേജ് ഒക്കെ ഡയറക്റ്റ് എക്സ്പെൻസ്, പ്രൊഡക്ഷൻ വരുന്ന എക്സ്പെൻസുകളാണ്. പിന്നെ ക്രെഡിറ്റ് സൈഡ് വരുന്നത് സെയിൽസ്. ഇന്നർ കോളത്തിൽ എന്ത് ചെയ്യണം? സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്തു അല്ലെ. പിന്നെ ഇൻവെന്ററി ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്, എഴുതി ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് 4,55,000 എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഈ ഗ്രോസ് പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ടു ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്നുള്ളത് എവിടെ എഴുതണം? ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ. എത്രയാണ്? 4,65,000 ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ. ഇനി നമുക്ക് എന്തൊക്കെയാണ്? നമുക്ക് ക്രെഡിറ്റ് സൈഡ് തന്നെ നോക്കാം. അവിടെ ഒരൊറ്റ ഇൻകം മാത്രമേ വന്നിട്ടുള്ളൂ. എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് 5,000 മാത്രമാണ് അവിടെ എഴുതാനുള്ളത്. ഇനി നമുക്ക് എക്സ്പെൻസുകൾ എഴുതാം. നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കണം എവിടെ എഴുതേണ്ടതെന്ന്. കാരേജ് ഔട്ട്വേർഡ് 5,000 അല്ലെ, കാരേജ് ഔട്ട്വേർഡ്, സോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സാലറീസ് 40,000, ജനറൽ എക്സ്പെൻസ് 20,000, റെന്റ് ആൻഡ് റേറ്റ് 10,000, ഡിസ്കൗണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. എന്താ നമ്മൾ പറഞ്ഞു? ഡിസ്കൗണ്ട് കൊടുത്തു, ബാഡ് ഡെപ്റ്റ്, ഡിപ്രീസിയേഷൻ, ഓക്കെ, ജനറൽ എക്സ്പെൻസ്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്, ഇത്ര ഐറ്റം ആണ് ഡെബിറ്റ് സൈഡ് വന്നിട്ടുള്ളത്. സോ പിന്നെ എന്ത് ചെയ്യാം? നമ്മൾ ബാലൻസ് ചെയ്യാം. അപ്പൊ 3,35,000 നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ഈ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എവിടെ എഴുതണം? ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യുക നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് നോക്കുക. ബാലൻസ് ഷീറ്റിൽ ആദ്യം അസറ്റ് സൈഡ് എഴുതിക്കോളൂ, കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മൾ ആദ്യം ഇവിടെ 2 രീതിയിൽ എഴുതാം. ഒന്നുകിൽ നമുക്ക് കറണ്ട് അസറ്റ് എഴുതിയിട്ട് പിന്നെ എന്ത് എഴുതാം? ഫിക്സ്ഡ് അസറ്റ് എഴുതാം. 2 രീതിയിൽ എഴുതുമ്പോഴും ഒരേപോലെ ചെയ്യണം. അതായത് അസറ്റ് സൈഡ് നമ്മൾ ആദ്യം കറണ്ട് അസറ്റ് ആണ് എഴുതുന്നത് വെച്ചാൽ ലയബിലിറ്റി സൈഡ് ഫസ്റ്റ് കറണ്ട് ലയബിലിറ്റി എഴുതണം. അസറ്റ് സൈഡ് നമ്മൾ ഫസ്റ്റ് ഫിക്സ്ഡ് അസറ്റ് ആണ് എഴുതുന്നത് വെച്ചാൽ ലയബിലിറ്റി സൈഡ് ലോങ് ടേം ലയബിലിറ്റീസ് എഴുതണം. അപ്പൊ ഇവിടെ നേരെ തിരിച്ചാണ് അവർ എടുത്തിരിക്കുന്നത്. ആദ്യം എന്താ എഴുതിക്കുന്നത്? ഫിക്സ്ഡ് അസറ്റ് ആണ്. നമുക്ക് കറണ്ട് അസറ്റ് വെച്ച് ചെയ്യാം, എളുപ്പമാണ്. എപ്പോഴും നിങ്ങൾ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്താൽ മതി. അപ്പൊ കറണ്ട് അസറ്റ് ആണെങ്കിൽ ആദ്യം വരിക ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ഇവിടെ ഫിക്സ്ഡ് അസറ്റ് വെച്ചിട്ടാണ് ഇവർ ആദ്യം ചെയ്തിരിക്കുന്നത്. ഗുഡ്വില്ല്, ഫിക്ടീഷ്യസ് അസറ്റ്, അതായത് ഇൻടാൻജിബിൾ അസറ്റ് എഴുതി ആദ്യം, ലാസ്റ്റ് വരുന്നത് ആദ്യം എഴുതി. പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ എഴുതിയാൽ മതി. ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ നമ്മൾ കറണ്ട് അസറ്റ്, ഇതൊക്കെ ഫിക്സ്ഡ് അസറ്റ് ആയിരുന്നു. ഇനി ബാക്കി കറണ്ട് അസറ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ക്യാഷ് ഇൻ ഹാൻഡ്, ഇങ്ങനെ അസറ്റുകളൊക്കെ നമ്മൾ എഴുതി. പിന്നെയോ ഇവിടെ ലയബിലിറ്റി സൈഡോ? ലയബിലിറ്റി സൈഡ് നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യണം? ക്യാപിറ്റൽ എഴുതിയിട്ട് അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് 8,35,000 കിട്ടി. പിന്നെ ലോൺ ഉണ്ട് അല്ലെ, ലോൺ 2,50,000. ക്രെഡിറ്റേഴ്സ് എന്താ? ഇനി നമുക്ക് കറണ്ട് ലയബിലിറ്റീസ് ആണ്. ക്രെഡിറ്റേഴ്സ് 85,000. ആക്സെപ്റ്റൻസ് പറഞ്ഞാൽ ബിൽസ് പേയബിൾ ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ബിൽസ് പേയബിൾ 10,000, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 10,000. ഇത്രയായ നമ്മുടെ ടാലി ആവണം. ഓക്കെ, അപ്പൊ ഇത്രയും ഐറ്റം ആണ്. ഇങ്ങനെയാണ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. ഇതാണ് നമുക്ക് പ്രോബ്ലം വരിക. ഇത് മാത്രമല്ല നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് വരും. അപ്പൊ ഇതിൽ എക്സ്ട്രാ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക വേണം. അപ്പൊ നമുക്ക് നന്നായിട്ട് പഠിക്കും. ഐറ്റംസ് ഫെമിലിയർ ആവണം. ഒരു ഐറ്റം കണ്ട എവിടെ എഴുതണം? ട്രേഡിംഗ് അക്കൗണ്ട് ആണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണോ, ബാലൻസ് ഷീറ്റ് ആണോ എന്ന് ഫെമിലിയർ ആവണം. ഓക്കെ, അത് ഫെമിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സോറി എളുപ്പത്തിൽ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ +1 പഠിച്ചത് തന്നെയാണ്, എന്നാലും നന്നായിട്ട് ഒന്നുകൂടി നോക്കുക. ഓക്കെ, താങ്ക് യു.